മനസ്സിലായി. പുള്ളിയോട് കഴിഞ്ഞ കളി അങ്ങ് നിർത്തിയ മതിയായിരുന്നെ. പക്ഷെ അതല്ല ഏറ്റവും വലിയ ഞങ്ങളെ അടിച്ച അടിക്കല്ല ഈ സമയത്ത് ഇതാണ് HP കുറവാണ്. കാണുന്നുണ്ടേ പറയണേ. ഒരുത്തനെ ഞാൻ അത് രണ്ടുപേര് രണ്ടുപേരും അവിടെ തന്നെയാണ്. ഈസി പിക്ക് കേട്ടോ മറ്റേ ഇതിന് പോയിട്ട് നീ പാരഷൂട്ട് മരത്തിന്റെ ബാക്കിലായിരുന്നു. ഇവിടെ വന്ന് ഞാന് കൊടുത്താൽ അവനിട്ട് ഇവിടെ ഉണ്ടായിരുന്ന കറക്റ്റ് കവർ ആയിരുന്നു കേട്ടോ. ഇവിടെ ഫസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ടെലിപ്പോർട്ട് എന്ത് യൂസ് ചെയ്യാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ ലൈനുണ്ട്. നീ നോക്കാം. നേരെ മുമ്പിൽ ഒരുത്തനെ കണ്ടാ? ഇവിടെ ഒരുത്തനുണ്ട്. ബേക്കിൽ കിടക്കും. ഓപ്പണിൽ ഇറങ്ങലടാ. അടിച്ചത് ഓപ്പണിൽ ഇറങ്ങിട്ട് ടൈം റീച്ച് അതെന്താ അടിയാ അടിച്ചു? വെറുതെ കളയണ രീതിയിൽ അടിക്കണം. അത് ടെലിപ്പോർട്ട് ഇട്ടിട്ട് എന്ത് പതുക്കെ അടിച്ചാ പോരെ. അല്ല പെട്ടെന്ന് വന്നടാ. പിന്നെ എന്റെ എയിം അങ്ങ് മാറിപ്പോയി. ഞാൻ പതുക്കെ അവിടെ നിന്ന് കളിച്ചാൽ മതിയായിരുന്നു. ഞാൻ കല്ലിന്റെ ഇങ്ങോട്ട് കയറി നിക്കാലോ എന്ന് വിചാരിച്ച കാര്യം. കറക്റ്റ് ഗ്രോസ് ആയിരുന്നു. കറക്റ്റ് അടി കഴിച്ച എന്തൊരു കഷ്ടം. സീനില്ല. നാളെ സെറ്റാക്കാം. നാളെ വൈകുന്നേരം ഒക്കെ കളിച്ചിട്ട് നമുക്ക് സെറ്റാക്കാം. റീകോൺ അവിടെ ഇറങ്ങി കഴിഞ്ഞിട്ടേ കറക്റ്റ് ടെലിപ്പോർട്ട് ഇട്ട് വരുന്ന എന്നെ കവർ ചെയ്യാൻ പറ്റിയേന്. മനസ്സിലായോ? ഫസ്റ്റ് ടൈം കവർ ചെയ്യാൻ പറ്റിയേന്. ഇത് മറ്റേ ഓടി തൂങ്ങി വരുമല്ലേ. കഴിഞ്ഞിട്ട് ടെലിപ്പോർട്ട് ഇട്ട് വരാലോ താഴെ നിന്ന് കഴിഞ്ഞിട്ട്. ഇല്ല, നീ എയർലൈൻ നീ നോക്കാന്ന്. എന്നിട്ട് ഞാൻ ടെലിപ്പോർട്ട് ഇടുമ്പോ ആരോ പറഞ്ഞു ടെലിപ്പോർട്ട് ഇടണ്ട, നീ പോയി മരിക്കും. അതുകൊണ്ട് ഞാനവിടെ നല്ല ഇതാക്കിയിരുന്നെ. അവിടെ കറക്റ്റ് ടെലിപ്പോർട്ട് അവിടെ അടിക്കുവായിരുന്നെങ്കിൽ പിന്നെ കുഴപ്പമില്ലായിരുന്നു. ടെലിപ്പോർട്ട് ഇട്ട് അപ്പടെ എയിം ചോക്കായി പോയി. സീനില്ല നാളെ പഠിക്കാം. സീനൊന്നുമില്ല. ചാറ്റിലാണെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. മൈൻഡ് ചെയ്യുന്നു. കൊണ പറയണവന്മാരൊക്കെ ഹൈഡ് ചെയ്ത് വിടും. അല്ലാതെ ഇവിടെ അങ്ങനെ പറഞ്ഞ കുഴപ്പമില്ല. കുറെ പേര് സാരമില്ല പറഞ്ഞുകൊണ്ട്. പക്ഷേ എടാ സീനൊന്നുമില്ല. നാളെ പഠിക്കാം. കഴിഞ്ഞ കളി അങ്ങ് നിർത്തിയ മതിയായിരുന്നെ. പക്ഷെ അതല്ല ഏറ്റവും വലിയ മയില് ചോറ്റിന്റെ കുറെ തുണ്ണകളും പ്രാകുന്നുണ്ട്. ഇത് കൊടുക്കത്തെ പോക്കാന്ന് പറഞ്ഞാൽ കുറെ പ്രാകുന്നുണ്ട്. അങ്ങനെയാണ് മെയിൻ ആയിട്ട് പോയത്. ഉള്ള കാര്യം പറയാം. അയ്യോ, ഇന്നൊരു നല്ല ദിവസമായിരുന്നു സത്യം പറഞ്ഞ എനിക്ക്. പക്ഷെ അത് ഇങ്ങനെ എൻ്റെ ഒപ്പം ഞാൻ പ്രതീക്ഷിച്ചില്ല. ഗൈസ്, മൈ ബാഡ്. സീരിയസ്ലി ഇന്ന് ഞാൻ നിങ്ങൾ പറയണ കാര്യം ഞാൻ ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം. എൻ്റെ സൈഡ് ഞാൻ പറഞ്ഞുതരാം.
ഞാൻ ഭയങ്കര പാനിക്കായിട്ടാണ് ഇന്ന് കളിച്ച്. സത്യം പറയാലോ കേസ്, ഞാൻ ഭയങ്കര പാനിക്കായിട്ടാണ് കളിച്ച്. എനിക്കൊന്നും ഞാൻ ഒന്നാമത്തെ കാര്യം പറയാൻ, ഈ നോർത്ത് ഇന്ത്യൻ വ്യൂവേഴ്സ് അവരൊക്കെ ഞാൻ കുറേ നാൾക്ക് ശേഷം ഇത് ചെയ്യുന്നത് കൊണ്ട് ഗെയിം പ്ലേ ഒക്കെ കാണാൻ വരുമോ അല്ലെങ്കിൽ അത് നോക്കാൻ വരുമോ അങ്ങനത്തെ ഒരു ഇത് എൻ്റെ മൈൻഡിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഒരു ഇത് വെച്ചിട്ടാണ് കളിച്ചത്. ഞാൻ ഭയങ്കര ആബ്സെൻറ്റ് മൈൻഡഡ് ആയിരുന്നു. എനിക്ക് ആ 1v1 ഒന്നും എടുക്കാനേ പറ്റണില്ലായിരുന്നു. ആകെ ഇതായിപ്പോയി. സോറി. 16 വരെ എത്തിയിട്ട് ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം ടുമോറോ. നെവർ ഗിവ്. ഈഗിൾ മൈൻഡ് ഫുള്ള് സെറ്റാക്കി മാത്രം കളിച്ചാൽ മതി. എടാ അയ്യോ അങ്ങനല്ല ബ്രോ, ഞാൻ മൈൻഡ് സെറ്റിൻ്റെ ഒന്നും അല്ല. ഞാൻ ഓക്കെ ആയിരുന്നു. ഞാൻ കംപ്ലീറ്റ്ലി ലൈവ് ഇടാൻ വേണ്ടിയിട്ട് വന്നതാ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ആ ഒരു ഒരു അങ്ങനത്തെ ഒരു കൺസേൺ മനസ്സിൽ വന്നപ്പോഴത്തേക്കിന് ഞാൻ കുറച്ച് പാനിക് ആയിപ്പോയി. ഇന്ന് ഭയങ്കര ഇതായിപ്പോയി. 42 പോയി പിന്നെ അല്ലേ 16. അല്ലടാ ഇത് ഞങ്ങൾക്ക് അങ്ങോട്ട് വരെ എത്തിക്കണമെന്നുണ്ടായിരുന്നു പെട്ടെന്ന്. ഇനിയും തിരിച്ച് ഇവിടെ വരെ കൊണ്ടുവരണമല്ലോ. അതൊന്നു റിപ്പയർ സീനിലേക്കളെ. സോറി ഗൈസ്, മൈ ബാഡ്. പെട്ടെന്ന് നേളിന് കേട്ടപ്പോൾ ഞാൻ പേടിച്ചു പോയെന്നു. മനസ്സിലായില്ല. വിയോടോ MP4 തോൽവി വിജയത്തിൻ്റെ മുന്നോടിയാണ്. വരാന്തായി. സെഡാല പറയില്ല. അല്ല സെഡാൻ്റെ അല്ല. നോ നീഡ് ഓഫ് എക്സ്പ്ലനേഷൻ ബ്രോ, വി നോ ദാറ്റ്. അതെ ബ്രോ. അഗ്രസീവ് മോഡിൽ പോയാൽ എന്തായാലും 50 ഡിന്നർ അടിക്കില്ല ബ്രോ. കുറച്ച് ക്യാമ്പ് ചെയ്ത് കളിക്കണം. എടാ ഇല്ല, നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ. എല്ലാവരും കളിക്കണം. ഇവിടെ ഈ ഡിന്നർ ഇതിൻ്റെ ചലഞ്ച് ചെയ്യണം. ഓരോരുത്തർക്കും ഓരോ ഗെയിം പ്ലേ സ്റ്റൈലുണ്ട്. സൈക്കോ കളിക്കണം, സൈക്കോയുടെ ഒരു കോമ്പറ്റേറ്റീവ് ഗെയിം പ്ലേ സ്റ്റൈല്. പാബ്ലോ കളിച്ച പാബ്ലോയുടെ ഒരു സ്റ്റൈല്. അതുപോലെ സായിപ്പിനൊരു ഇതുണ്ട്. അവൻ പറഞ്ഞേക്കണമെന്ന് പറഞ്ഞാൽ അഗ്രസീവായിട്ട് കളിച്ചാൽ അടിക്കണം. ഇത് പോയാലും കുഴപ്പമില്ല, 6 പോയാലും കുഴപ്പമില്ല. എന്തായാലും ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ 50 ഡിന്നർ അടിച്ചാലും ഡെയിലി PUBG BGMA ചെയ്യുന്ന സായിപ്പ് BGMA തന്നെ ആയിരിക്കും ചെയ്യുന്നത്. മനസ്സിലായ? അതിപ്പം 50 ഡിന്നർ അടിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും. അതുകൊണ്ട് എപ്പോഴും അവൻ ആ അഗ്രസീവ് ഗെയിം പ്ലേ കാണിക്കാനാണ് അവന് താല്പര്യം. അപ്പോൾ 50 ഡിന്നർ അടിക്കുന്നെങ്കിൽ അടിക്കട്ടെ, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള രീതിയിൽ കളിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. മനസ്സിലായ? അഥവാ ഇപ്പോൾ 50 ഡിന്നർ കിട്ടിയില്ലെങ്കിലും ആ ഒരു രീതിയിൽ അഗ്രസീവായിട്ട് അടിച്ച് കളിക്കുക എന്നുള്ള ഒരു രീതിയിലത്തെ ഇതാണ് കളിക്കണേ. അതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു രീതിയിൽ തന്നെ കളിക്കാനാണ് താല്പര്യം. പക്ഷേ ഓരോരുത്തരുടെയും ഓരോ ഇത്. അത് എനിക്ക് എന്ത് പറയാനാണ്. അവൻ അത് തന്നെ അങ്ങനെ കളിക്കാൻ തന്നെയാണ്. അവന് ഇങ്ങനെ ഇതാക്കിയാലും പുഷ് ചെയ്ത് കളിക്കാൻ തന്നെയാണ് അവന് താല്പര്യം. മെൻറ്റാലിറ്റി സായിപ്പേട 5 മാച്ച് വെച്ച് കളിക്കും ഒരു ഡേ 5 മാച്ച് വെച്ച് കളിക്കണം. ഇന്ന് നമ്മൾ 5 എണ്ണം കളിച്ചില്ല. സത്യം പറഞ്ഞാൽ ഇന്ന് 5 എണ്ണം കളിച്ചോ? ഇന്ന് 5 എണ്ണം കളിച്ചില്ലല്ലോ. ഇന്ന് നമ്മൾ 5 എണ്ണം 5ാമത്തെ മാച്ചാണെന്ന് തോന്നുന്നു. ഗ്രൈൻഡ് ട്രെയിനിങ്ങിൽ ഞാനിപ്പോൾ ട്രെയിനിങ് റൂമൊക്കെ കയറുന്നുണ്ട് ബ്രോ. ഞാനിപ്പോൾ പഴയതുപോലെ ട്രെയിനിങ് റൂമൊക്കെ കയറി തുടങ്ങി. 2 ദിവസം ആയതേ ഉള്ളൂ ഞാൻ ട്രെയിനിങ് റൂമൊക്കെ കയറി തുടങ്ങിയിട്ട്. പണ്ടത്തെ പോലെ ഒന്ന് കുത്തിയിരിക്കണം ഇതൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. ഈകളെ നീ കേരള ബ്ലാസ്റ്റേഴ്സ് ആൻഡ് RCB എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതുപോലെ 1 ഡേ നമ്മളും അടിക്കും. അതത്രേ ഉള്ളൂ. അത് ബ്രോ നന്നായി കളിച്ച സീനില്ല. പക്ഷേ ഒരു കാര്യം, സായിപ്പിൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുക കൊടുക്കാൻ അവൻ പറയണ പോലെ കളിച്ചത് സെറ്റാണ് ബ്രോ. ഷോർട്ട് റേഞ്ച് ഒന്ന് സെറ്റാക്കിയാൽ മതി സാഹിബ്. അയ്യോ അങ്ങനെയല്ലടാ. ഞാൻ ഇന്ന് അവനെ എനിക്ക് ബാക്കപ്പ് കൊടുത്ത് കളിക്കാൻ പോലും പറ്റിയില്ല. ഇന്ന് ഞാൻ അവനും ബാക്കപ്പ് പോലും കൊടുത്തില്ല. ഞാനും നിഹാലാണ് തെറി വിളിച്ചതും നിഹാലിനെയാണെന്ന്. വിയോടെ MP4. അങ്ങനെ അത് മറ്റേ നിഹാലെന്ന് പേരിട്ട് വന്നതാണ്. നിന്റെ പേര് നിഹാൽ എന്നാന്ന് എനിക്ക് അറിഞ്ഞുകൂടാലോടാ. കുറച്ച് ദിവസം കളിച്ചാൽ മതി, കുറേ ആകുമ്പോഴാണ് പ്രശ്നം. ഇറ്റ്സ് ജസ്റ്റ് എ ബാഡ്. കുഴപ്പമില്ല. വേണ്ട ഓൾഡികൾ. അത് ഞാൻ സെറ്റാക്കിക്കൊണ്ട് വരും ഉറപ്പായിട്ടും. അപ്പം നമുക്ക് നിർത്താല്ലേ? എന്നാലും ഒരു വിഷമം എനിക്ക്. ഇന്ന് ഞാൻ മര്യാദയ്ക്ക് ഉറങ്ങൂല. സത്യമായിട്ട് ഞാൻ മര്യാദയ്ക്ക് ഉറങ്ങൂല. അപ്പോൾ കേസ് ഞാൻ നിർത്തുക. നാളെ കാണാം. നാളെ GTA സ്ട്രീമാണ്. GTA പ്ലസ് RP പ്ലസ് ഡിസ്കോഡ് ട്രോൾസ് നമ്മുടെ കിക്കിലായിരിക്കും. നാളെ ഒരു 9:30 ആകുമ്പോഴത്തേന് ഞാൻ വരാം. ഡിസ്കോഡ് ട്രോൾസ് എല്ലാം നോക്കണം. ഡിസ്കോഡ് ട്രോൾസും പെൻഡിങ്ങാണ്. അപ്പോൾ ഞാനത് നാളെ ഇതിനകത്ത് വരാം, കിക്കിൽ വരാം. അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങോട്ട് വാ.
അപ്പോൾ ഞാൻ ഇന്നത്തെ ലൈവ് അങ്ങോട്ട് നിർത്തുക ഗൈസ്. അപ്പോൾ നാളെ കാണാം. അപ്പോൾ ബൈ ബൈ എല്ലാവർക്കും.